ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ക്യാപ്സൈഡ്. നമ്മൾ വോക്ക് അറൗണ്ട് ചെയ്യാൻ പോകുന്നത് ഫോർഡ് ബ്രോങ്കോ ആണ്. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ലുക്ക്. ഇത് ഇവിടെയാണ് ലൈറ്റ്സ് വരുന്നത്, ഇവിടെയാണ് DRL. ഇതാണ് ലൈറ്റ്. ഫ്രണ്ടിൽ തന്നെ ബ്രോങ്കോ എന്ന് പറഞ്ഞ് വെള്ള ലെറ്ററിങ് ഒക്കെ ഉണ്ട്. ഇവിടെയാണ് ക്യാമറ, അതിൻ്റെ അടിയിൽ റഡാറ്. ഇതാണ് ഫ്രണ്ട് എന്നുള്ള ലുക്ക്. ഇവിടെ ഒരു വണ്ടി എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ലുക്ക് കിട്ടാത്തത്. ഇതാണ് സൈഡ് വ്യൂ. നമുക്കൊരു 18 ഇഞ്ച് അലോയ് വീൽസാണ് വരുന്നത്. ഇത് ഐ തിങ്ക് ഇത് ഓൾട്ടേറിയൻ ടയേഴ്സ് ആണെന്ന് തോന്നുന്നു. ഇവിടെ നമുക്കൊരു വലിയ എന്താ പറയുക സൈഡ് സ്റ്റെപ്പല്ലേ, അതെ, സൈഡ് സ്റ്റെപ്പുണ്ട്. ഇതാണ് ഇൻറ്റീരിയറിലെ വ്യൂ. കുതിരയുടെ ചിഹ്നമുള്ള സ്റ്റിയറിംഗ് വീല്, പിന്നെന്താ ട്രാൻസ്മിഷൻ, മോഡ് സെലക്ടേഴ്സ്, 2 ഹൈ 4 ലോ ആ സാധനങ്ങളൊക്കെ. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഡിഫറൻഷ്യലിൻ്റെ സ്വിച്ചുണ്ട്. പിന്നെ ഫ്രണ്ട് ആൻഡ് റയർ ഡിഫ്ലോക്സ് ഉണ്ട്. പിന്നെ ഇത് ഹാർഡ് ടോപ്പാണ്. നമുക്ക് ഈ ഹാർഡ് ടോപ്പ് റിമൂവ് ചെയ്തിട്ട് ടോപ്പ്ലെസ് ആയിട്ട് ഓടിക്കാൻ പറ്റും. ആൻഡ് ഇതാണ് ബാക്ക് എന്നുള്ള വ്യൂ. ഏറ്റവും കൂടുതൽ സ്ഥലം ഈ സ്പെയർ വീല് എടുത്തിട്ടുണ്ട്. ഇത് ഇവിടെയാണ് 3rd ബ്രേക്ക് ലൈറ്റ് വരുന്നത്. ഇത് അടിയിൽ 360 ക്യാമറ. പിന്നെ നമുക്ക് ബാക്കിലൊരു ക്വിക്ക് സ്വിച്ച് വരുന്നത്. ഇതാണ് ബാക്ക് എന്നുള്ള ലുക്ക്. പിന്നെ ഇവിടെ മറ്റേ ടോസ് ചെയ്യാനുള്ളതല്ലോ, ഒരു 800 mm വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഉണ്ട് ഈ വണ്ടിക്ക്. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ്. പിന്നെ ഈ വണ്ടിയുടെ അകത്ത് ഇരിക്കുന്നത് ഒരു 2.7 ലിറ്റർ ഫോർഡിൻ്റെ V6 എഞ്ചിനാണ്. ഒരു 335 ഹോഴ്സ് പവറാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം എന്താ പറയുക, നല്ല രീതിക്കുള്ളൊരു പവറുണ്ട്. പക്ഷേ ഓട്ടോ പാനൽ വല്ലാണ്ട് പുഷ് ചെയ്യുന്ന സമയത്ത് ഈ വണ്ടി ഇങ്ങോട്ട് കയറില്ല എന്ന് ഓട്ടോ പാനൽ ഓടിച്ച ആളുകൾ പറയുന്നത്. ഞാൻ ഓടിച്ചിട്ടില്ല, എനിക്ക് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ഇല്ല, പറഞ്ഞു കേട്ടത് പറഞ്ഞോളൂ. ഓക്കെ. പിന്നെ ഓഫ് റോഡിങ് സെറ്റപ്പൊക്കെ അത്യാവശ്യം നല്ലതാണ്. ഞങ്ങൾക്ക് ഈ വണ്ടിയുടെ അകത്തൊരു ഇതുണ്ടായിരുന്നു, ട്രയൽസ് ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ അകത്ത് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഓഫ് റോഡ് ക്യാപ്പബിലിറ്റീസൊക്കെ ഞങ്ങളൊരു ദിവസം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. വിചാരിച്ച് എന്താ പറയുക, ജീപ്പ് റാംഗ്ലറിനെയും ഡിഫൻഡറിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ചെറുതാണ്. ബട്ട് പരിപാടികളൊക്കെ നല്ല രീതിക്ക് തന്നെ നടക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് വണ്ടിയുടെ വിശേഷങ്ങൾ. ഈ വണ്ടി ഇന്ത്യയിൽ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഇനി ഈ വണ്ടി ഇന്ത്യയിൽ ആരെങ്കിലും വരണയാണെങ്കിൽ ആരെങ്കിലും മേടിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള കാഴ്ച ഈ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.